അതെ എവിടെ പോകുന്നു? കയറി കയറി. എനിക്ക് ആരും ഉണ്ടല്ലോ അകത്ത്. പിള്ളേരൊക്കെ ഭയങ്കര കർച്ചറാണല്ലോ. നമ്മൾ പോലീസിൻ്റെ അകത്ത് കയറുന്നു ഗൈസ്. ഒരു ഭയങ്കര ജനത്തിരക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാടാ? പേടിച്ചായി പിള്ളേർ. ആളെ പേടിപ്പിക്കുക കേട്ടോ എല്ലാവരെയും പിടിച്ച്. ഭയങ്കര തിരക്കാണല്ലോ. അതെ വിഷു ആയതുകൊണ്ട് നല്ല തിരക്കാണോ. അതുപോലെ എനിക്ക് തോന്നുന്നത്. വേഗം എടുത്തിട്ട് വേഗം പോകട്ടോ. വെൽക്കം ബാക്ക് ടു ഫൺ ടെക്കീസ്. യെസ്, വെൽക്കം ബാക്ക് ഗൈസ്. ഞാൻ ഒരു സാധനം എടുക്കുന്നു. ഇത് വേണ്ടേ? അത് വേണം. ഓക്കെ, ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുവാണ്. കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാല് നമ്മള് വിഷു ഒക്കെ ആയി ഗൈസ്. സോ നമ്മള് വിഷുവിന്റെ പർച്ചേസ് അങ്ങനത്തെ കാര്യമായിട്ട് 2-3 ദിവസമായിട്ട് കുറച്ച് തിരക്കിലാണ്. ഇന്നാണ് നമുക്ക് കുറച്ച് സമയം കിട്ടിയത് അല്ലേ? അത് അതിന്റെ ബാക്കി പർച്ചേസ് ആണ്. അത്രയല്ല, വലിയ പർച്ചേസ് ഒന്നും നമ്മള് സാധനങ്ങൾ വാങ്ങി, വീട്ടുകാർക്ക് ഡ്രസ്സൊക്കെ വാങ്ങി. പക്ഷെ അതിൽ അച്ഛന് മുണ്ടൊക്കെ എടുക്കാനുണ്ട്. അപ്പൊ അതിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് പോകുന്നത്. അതെ അതെ, ബാക്കി ഇത് മാത്രം വാങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം ഓവർ. വിഷുവിന്റെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പൊ നമുക്കിന്ന് നോക്കാം ഇന്നത്തെ സ്ട്രഗിൾസ് എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങള് വിഷുവിനൊക്കെ ഇങ്ങനെ വീട്ടില് ആഘോഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാ ചെയ്യാന്ന് പറഞ്ഞാൽ കമന്റ് ചെയ്തോ. അപ്പൊ നമ്മളെ വീട്ടിൽ അടക്കം വാങ്ങുക, ആൾക്കാർ നമ്മളെ ഫാമിലിക്കെല്ലാം നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കുക. ഇങ്ങനെയാണ് നോർമൽ കൾച്ചർ. ഇപ്പൊ അപ്പൊ നമ്മൾ ഹാപ്പി ആയിട്ട് വിഷുവില് എല്ലാവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഗൈസ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതാണ് മെയിൻ. അപ്പൊ നമുക്ക് പോവല്ലേ? നമുക്ക് ആദ്യം അങ്ങോട്ടേക്ക് പതിയെ ഇറങ്ങാം. അതിന്റെ ഇടയ്ക്ക് ഇവൻ കടന്ന് വിശക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഫുഡ് കഴിച്ചാണ് സ്റ്റാർട്ട് ചെയ്യാം. ഫുഡല്ല, ചായ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടെങ്കിൽ ഒന്ന് 1 hour ആവുന്നു, 2 hours ആവുന്നുണ്ട്. സോ അതുകൊണ്ട് ചെക്കനെ വിശന്ന് തുടങ്ങി നമുക്ക് വേഗം പോയി ചായ കുടിക്കാം. ഓക്കെ, നല്ല ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഇവിടേക്കോ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കണ്ടിട്ട് കുറെ പ്ലാന്റ്സ് ഉണ്ട്. അജിത്തേട്ടന് ഇവിടെ ഇരിക്കപ്പുറത്ത് ഇല്ല, അതെല്ലാം കൂടെ കൊണ്ടുപോകണമെന്നാണ് ഇവന്റെ ഒരു ആഗ്രഹം. അങ്ങനൊന്നുമില്ല. നമ്മുടെ ഫ്ലാറ്റിൽ ഇന്ന് നമ്മൾ ബാൽക്കണിയിലുള്ള ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് അല്ല പ്ലാന്റ്സ് എല്ലാം സെറ്റ് ചെയ്തില്ലേ? ഞാനിന്ന് ക്ലീനിങ്ങിലായിരുന്നു. ഇവള് അപ്പൊ ബാൽക്കണിയിലെല്ലാം ക്ലീൻ ചെയ്ത് അവിടുത്തെ ഫ്ലാറ്റ് എല്ലാം അവിടുത്തെ പ്ലാന്റ്സ് എല്ലാം എടുത്ത് വൃത്തിയാക്കി മര്യാദയ്ക്ക് വെച്ചിട്ടുണ്ട്. ഒരു നല്ല രസമുണ്ട് ഇപ്പൊ. അത് ആക്ച്വലി എന്തായിരുന്നറിയോ, ബാൽക്കണിയില് നമ്മളെ പ്ലാന്റ്സ് ഇലയും പൂവും ഒക്കെ കൊഴിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. നമുക്ക് അവിടെ മറ്റേ പുല്ല് വെച്ചോണ്ട് നമുക്ക് അവിടെ ക്ലീൻ ചെയ്യാൻ പറ്റാറില്ല. പിന്നെ പ്രാവ് ഇടയ്ക്ക് വന്നിട്ട് മുട്ടയൊക്കെ ഇട്ട് വെക്കുന്നുണ്ടായിരുന്നു. ആ മുട്ട എടുത്ത് നമ്മൾ എറിഞ്ഞ് പൊട്ടിക്കും. ഇടയ്ക്ക് രണ്ട് പ്രാവ് വന്ന് അവിടെ കിടന്ന് അലമ്പാക്കുന്നുണ്ടായിരുന്നു അല്ലേടാ? അതെ, മുട്ടയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുട്ടയൊക്കെ നമ്മൾ പൊട്ടിച്ച് കളയും. പൊട്ടിക്കില്ല, അവനടുത്ത് വേസ്റ്റിലിടും. കഴിഞ്ഞ ദിവസം രാവിലെ എണീറ്റപ്പോ 2 പ്രാവ് അവിടെ കിടന്ന് കുറുകുന്നു ഇവന്റെ അടുത്ത് പറഞ്ഞേ. പോയി നോക്കുമ്പോ 2 കുഞ്ഞു മുട്ട. എന്നിട്ട് ഇവനടുത്ത് കളഞ്ഞു. യെസ്, എടുത്ത് ഞാൻ കളഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് വൃത്തിയാക്കി വെച്ചു. എന്നാലും നല്ല സമയം കിട്ടാത്തതുകൊണ്ട് നമുക്ക് അത് ഫുള്ള് വൃത്തിയാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഓൾറെഡി മറ്റേ ഉണങ്ങി കിടക്കുന്ന ഇലയൊക്കെ വെട്ടി നശിപ്പിച്ച് ഇവന്റെ ചെടിയൊക്കെ ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഫ്ലാറ്റിൽ എത്തിയിട്ട് ഞാൻ കാണിച്ചു വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഏതൊക്കെ ചെടി ഞാൻ വെട്ടി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഒരു രസമുണ്ട് ആ സ്ഥലം. ബാൽക്കണി കുറച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ അത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ അടിച്ചു വാരിയിട്ടപ്പോ റൂമൊക്കെ ഒന്ന് വൃത്തിയായി. പറയാ പറഞ്ഞിട്ടോ. ശരിയാ അടിച്ചു വാരിട്ടപ്പോ നല്ല വൃത്തിയായി, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. ഒരു കൂൾ വൈബിൽ ആയിട്ടുണ്ട് റൂം. ഒരു ഫീൽ ഉണ്ട്. അപ്പൊ നമ്മൾ എവിടെ എത്തി? സോറി ഗൈസ്, ഇവിടെ അല്ലേ ഈ റോഡിൽ കഴിഞ്ഞ ദിവസം പോകുമ്പോ ഞാൻ കാണിച്ചു തരാം. ഈ മരത്തില് മിസ്സായി. എനിവേസ്, ആ മരത്തില് മാങ്ങയുണ്ട്. പക്ഷെ നല്ല പഴുത്ത മാങ്ങ ഇരിക്കുന്ന കാണുമ്പോ എനിക്ക് പറിക്കാനിട്ട് വല്ലാത്തൊരു കുത്തിക്കഴുപ്പ്. എനിക്കത് പറിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇവൻ എന്നെ അവിടെ നിർത്തിയില്ല. മെയിൻ റോഡാണ്. ഞാൻ പറഞ്ഞു ഇവന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അപ്പൊ അവരൊന്നും പറയില്ല, നീ പറിച്ച എനിക്കെന്ന് പറഞ്ഞു. ഇവൻ വണ്ടി നിർത്തി തന്നില്ല. നീ ഡയറ്റ് പ്ലാൻ ചെയ്തിട്ട് വയറ് ഫുള്ളും കുറച്ച് വെച്ചിട്ട് പ്രഗ്നന്റ് ആന്ന് പറഞ്ഞാൽ അവരെങ്ങനെ വിശ്വസിക്കൂ? എന്നാലും അതിപ്പോ ആവുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാ പോരെ. എനിക്ക് ആ മാവിലെ മാങ്ങ ഇങ്ങനെ പഴുത്തെടുക്കുന്ന കണ്ടിട്ട് അതും താഴെയാ. ആരോ പുക ഇട്ടിട്ടുണ്ട് കേട്ടോ. മറ്റേ വിഷുവിന് മറ്റേ എന്തായിരുന്നു കുപ്പക്കണി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോ? അത് എന്ന് വെച്ചാൽ നമ്മള് കണി കണ്ടു കഴിഞ്ഞിട്ട് നമ്മളെ ഫ്രണ്ടിലുള്ള മറ്റേ ഇലയൊക്കെ അടിച്ചു വാരി കൂട്ടി
ചുറ്റിയിട്ട് തീയിട്ടിട്ട് അത് തന്നെയാണ് കുപ്പക്കണി എന്ന് പറയുന്നത് എന്നാണ് എന്റെ ഒരു വിശ്വാസം. അതാ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യട്ടോ. ഞാൻ കേട്ടത് ഇതാണ്, എനിക്ക് ഇത്ര അറിവിനെ കുറിച്ചുള്ളൂ. എനിക്കറിയില്ല കേട്ടോ, നമ്മുടെ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇലക്ഷന് വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏത് പാർട്ടി ജയിക്കണം എന്നാണ് നിങ്ങളൊരു ആഗ്രഹം? അതൊന്നും നമ്മൾ ചോദിച്ചിട്ട് കാര്യമില്ല. എന്താ അവര് കമന്റ് ചെയ്യട്ടെ. അതായത് എനിക്കൊരു പാർട്ടി ജയിക്കണം എന്നുണ്ട്, അപ്പൊ അതാണ് നിങ്ങളെ ആഗ്രഹം എന്ന് അറിയാൻ വേണ്ടിട്ട് നിങ്ങൾ കമന്റ് ചെയ്യും. ഞാൻ നോക്കട്ടെ എന്റെ ആഗ്രഹത്തിന് നല്ലവര് വരണം. ആര് വന്നാലും കുഴപ്പമില്ല, കുറച്ച് നല്ലത് ചെയ്യണം. നല്ലത് ചെയ്യണം. കഴിഞ്ഞ സജിത്തവണ അവിടെ കിടന്ന് പെടക്കുന്നുണ്ടായിരുന്നു, അയ്യോ ഈ പാർട്ടി ജയിക്കണം ഈ പാർട്ടി ജയിക്കണം എന്നിട്ട്. നിങ്ങൾ കൂടുതൽ പേരും കമന്റ് ചെയ്യുന്ന അതാണെങ്കിൽ ഞാൻ കൺഫേം ഇവൻ ഏതാ പറഞ്ഞതെന്ന് ഞാൻ കമന്റിൽ ഇടാം. അതാണെങ്കിൽ എനിക്കും സെയിം പാർട്ടി തന്നെ ജയിക്കണം എന്നാണ് ആഗ്രഹം. സോ നിങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ ആൾക്കാർ വരണം, അതാണ് എനിക്ക് വേണ്ടത്. പുതിയൊരു ചേഞ്ച് വരണം, പുതിയ ആൾക്കാര്, പുതിയ ചേഞ്ച്, ഒരു ചേഞ്ച് നമുക്ക് തോന്നണം. അപ്പൊ അതുപോലെ ആരെങ്കിലും വന്നാൽ ഒരു ഫീല് കിട്ടും. അതെ, എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ചായ കിട്ടും പറഞ്ഞോ? നമ്മളെ ഇവിടുന്ന് ഇങ്ങോട്ട് പാലാരോട്ടം കയറി ഒരു ഷോപ്പിൽ കയറി എന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് ഒരു കോഫി കുടിച്ചിട്ട് പോവാന്നാണ് പ്ലാന്. അല്ലേ? അതെ, നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാനൊന്നും കിട്ടുന്നില്ല. നമ്മൾ കുറെ ആലോചിച്ചു എന്താ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുമെന്ന്. നിനക്ക് കിട്ടിയ ഇതൊന്ന് ക്ലീൻ ചെയ്യാം. നമ്മൾ ഹെൽത്തി ആയിട്ട് കഴിക്കാനുള്ള ഓപ്ഷൻസ് നോക്കി എന്തെങ്കിലും പ്രോട്ടീൻ ആയിട്ട്. നമുക്ക് സ്നാക്സ് ഉണ്ടാ, പഴംപൊരി, സമൂസ. നമ്മൾ ഡയറ്റ് പ്ലാൻ വെച്ചിട്ട് ഇപ്പൊ നമുക്ക് അതൊന്നും കഴിക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്, പക്ഷെ ഇതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റൂല. ഇടയ്ക്കൊക്കെ കഴിക്കാം, പക്ഷെ എപ്പോഴും കഴിക്കാൻ പറ്റൂല. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ നമ്മള് കുറച്ച് കഴിക്കേണ്ടി വരും. അല്ലെ ആലോചിക്കുന്ന ഒരു ഇന്ന് ഷവർമയും ഹെൽത്തി അല്ല. അപ്പൊ അത് ഞാൻ ആലോചിക്കുന്ന ഒരു ഷവർമ കഴിച്ചാലോ, എന്താ ചെയ്യേണ്ടത്? ഷവർമ വേറെ ഓപ്ഷൻ ഇല്ല. ഞാന് നോക്കിയിട്ട് എനിക്കൊന്നും കിട്ടുന്നില്ല. എന്താ വായം പൊത്തിയിരിക്കുന്നേ? ഡയറ്റ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് അതെ, ഇവിടെ നമ്മൾ പബ്സാണ് വാങ്ങിയത്. ഗൈസ്, നമുക്ക് കുറച്ച് ഐഡിയ വേണം. എന്താന്ന് വെച്ചാൽ ഇങ്ങനെ പുറത്തിറങ്ങുമ്പോൾ ഹെൽത്തി ആയിട്ട് എന്താ ചായക്ക് കുടിക്കാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ലഞ്ച് ബോക്സിൽ അല്ല, പുറത്തുനിന്ന് എന്ത് കിട്ടും? പുറത്തുനിന്ന് എന്ത് കിട്ടും? നല്ലത് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പുറത്തുനിന്ന് എന്ത് കിട്ടും? അതാണ് എനിക്ക് അറിയേണ്ടത്. ഇപ്പൊ ഞാൻ പറയാം, ഹെൽത്തി ഇൻ ദ സെൻസ് പല സാധനങ്ങളും ഹെൽത്തി ആയിരിക്കും, പക്ഷെ നമ്മളെ ഡയറ്റിൽ നമ്മള് എന്തൊക്കെ എടുത്തു ഞാൻ പറയാം. കാലറീസ് ഓക്കെ നോർമലായിട്ട്, ഫാറ്റ് കൂടുതലില്ലാണ്ട് കുറച്ച് പ്രോട്ടീൻ ഉള്ള പോലെ, ഒരു ഓയിൽ ഇല്ലാണ്ട്. കാലറീസ് 250-300 കാലറീസ് ഉണ്ടാവും. 300-350 ഉണ്ടാവും. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഓയിൽ ഇല്ലാണ്ട്, ഫാറ്റ് കൂടുതലില്ലാണ്ട്, ഒരു നോർമലായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ട് എന്ത് നമുക്ക് കഴിക്കാൻ പറ്റും ഹെൽത്തി ആയിട്ട്? എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. ഷവായ, അൽഫാം, അത് കഴിക്കാൻ പറ്റും. ഞാൻ പറയാം സ്നാക്സ് ഐറ്റംസ്. സ്നാക്കിംഗ് ആക്ച്വലി വേണ്ടെന്ന് വെക്കുന്നതായിരിക്കും അതാ നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് വിശക്കുന്നുണ്ടല്ലോ. ഈവനിങ് എനിക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഇപ്പൊ ഇടയ്ക്കായിട്ട്, യോഗട്ട് കഴിച്ചിട്ട് ഇറങ്ങാന്ന് പറയാം. യോഗട്ട് ഒരു പ്രോട്ടീനും ഉണ്ട്. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക ഗൈസ്. നമ്മൾ ഈ പബ്സ് കഴിക്കട്ടെ, വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക്. ഒരു ചായം കൂടെ വെച്ച് ഒരു കോഫിയും കൂടെ പറഞ്ഞു. ഐസ്ക്രീമിന്റെ സൈഡിൽ നമ്മൾ പബ്സ് കഴിച്ച് ഒതുക്കാൻ പോവാണ്. ഐസ്ക്രീം ഇവിടെ ഉണ്ട്, എന്ത് ചെയ്യാനാ? ഐസ്ക്രീം ഞാൻ നോർമലി നമ്മൾ ഐസ്ക്രീം കഴിക്കുന്ന ആൾക്കാരല്ല, അല്ലേ? ഐസ്ക്രീം അത്ര ഇഷ്ടമുള്ളൂ. വൺസ് ഇൻ എ മന്ത് ഒക്കെ ഞാൻ എനിക്ക് ക്രേവിങ്സ് വരുമ്പോ ഒന്ന് കഴിക്കാറുണ്ട്, വല്ലപ്പോഴും. അത് എവറി മന്ത് ഇല്ല, ഞാൻ വല്ലപ്പോഴും മാത്രം കഴിക്കുന്ന ഒരു സാധനമാണ് ഐസ്ക്രീം. നമ്മൾ അങ്ങനത്തെ സാധനം കൂടുതൽ കഴിക്കാറില്ല. അത് നമുക്ക് ഇഷ്ടം ഉണ്ടായിട്ട് വേണ്ടെന്ന് വെക്കുന്നതല്ല, നമുക്ക് ഇഷ്ടമില്ല. നമ്മളിപ്പോ ഒരു 1 കിലോ കുറഞ്ഞിട്ടുണ്ടല്ലേ? 1 കിലോ കുറഞ്ഞു. ആക്ച്വലി നമ്മൾ കല്യാണത്തിന്റെ സമയത്ത് കുറച്ച് വെയിറ്റ് ഗെയിൻ ചെയ്തായിരുന്നു. അപ്പൊ ആ വെയിറ്റ് നമ്മളിപ്പോ കട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. എന്താ കഴിക്കുന്നേ? നമ്മുടെ കോഫി വന്നു, പബ്സ് വന്നു. എന്താ പബ്സ് കഴിക്കുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നമാണിത്. നമ്മൾ ഓൾറെഡി ഞാൻ വേറൊരു ബ്ലോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിഷ്യൂ ഇല്ലാണ്ട് കഴിക്കാൻ പറ്റൂല. ഓക്കെ, നമ്മൾ ചായ കുടിക്കട്ടെ. ടിഷ്യൂ ഉണ്ടെങ്കിലും കാര്യമില്ല, ഒട്ടിപ്പിടിക്കും. അതെ, ഞാൻ കടല മിഠായി. എനിക്ക് വേണ്ട ഗൈസ്. നമ്മൾ ഇവിടുന്ന് ചായ കുടിച്ച് ഇറങ്ങി ഒരു കടലമുട്ടായും വാങ്ങി. കടലമുട്ടായി എൻ്റെ ഒരു വീക്ക്നെസ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ 5 രൂപയുടെ കഴിച്ചാൽ മതി, വലിയതൊന്നും കഴിക്കണ്ട. കുറേ കഴിക്കണമെന്നില്ല, ഒരു ചെറുതൊന്ന് കഴിച്ചാൽ മതി. ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഈ ഷോപ്പിൻ്റെ അവിടെ കടലമുട്ടായി ഉണ്ടാവും 5 രൂപയുടെ, അതും കൂടെ ഒന്ന് കഴിച്ചു വരുമ്പോൾ ഒരു ഫീലാണ്.
അല്ലേ? ഇവന് എന്താ വളക്കണമെങ്കിൽ കടലമുട്ടായി വാങ്ങിച്ചെടുത്താൽ മതി. ഓഹോ, എനി ഗേൾസ് വാച്ചിങ് ദിസ് വീഡിയോ അജിത്തേട്ടനെ വളക്കണം എന്ന് ആഗ്രഹം, അതിന്റെ ആവശ്യം ആർക്കും ഉണ്ടാവില്ല. അത് ഒരു വലിയ കടലമുട്ടായി വാങ്ങിയിട്ട് അജിത്തേട്ടന് കൊടുക്കുക. അജിത്തേട്ടൻ വളഞ്ഞ് കുപ്പിയിലായി തരും. മല്ലിപ്പൂ, അത് മല്ലിപ്പൂ വേണോ മാമ? മല്ലിപ്പൂ മാമ, മല്ലിപ്പൂ വാങ്ങിത്തോ മാമ. മല്ലിപ്പൂ വാങ്ങി തരാം. ഇപ്പൊ എന്തായാലും നിർത്തിയിട്ട് വാങ്ങാൻ പറ്റൂല, നമുക്ക് വരുമ്പോ വാങ്ങാം. ഇപ്പൊ വേണം. ഇപ്പൊ ഞാൻ സിഗ്നലിന്റെ അടങ്ങിയിരിക്കാതെ ഏത് മുട്ടായി വന്നാണല്ലോ ഈ കടല മുട്ടായിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റൂല. കടല മുട്ടായി ഒരു പ്രത്യേക ഒരു ഫീലാണ്, ഒരു ടേസ്റ്റ്. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. വന്നാൽ ഈ കടല ഗേൾസ് പ്ലീസ് നോട്ട് കടല മുട്ടായി ഈസ് ഹിസ് വീക്ക്നെസ്. പോത്തീസ് നമ്മൾ പോത്തീസ് എന്നാണ് ഡ്രസ് എടുക്കുന്നത്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ചുമ്മാ പറഞ്ഞാടാ, ഫുള്ള് തിരക്കാണ്. അതെ, പോത്തീസിലെ ഫ്രണ്ടിൽ എന്തോ പണി നടക്കുന്നുണ്ട്. ഇവരെന്തോ കപ്പലുണ്ടാക്കുന്നുണ്ട് തോന്നുന്നു. ഇവിടെ ഫ്രണ്ടില് എന്തോ ഒരു പണി നടക്കുന്നു. അപ്പുറ സൈഡ് സെറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഗൈസ്. അപ്പുറ സൈഡ് കേറുന്ന പാർക്കിംഗ് അവര് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് ഇതിലെ കൂടെ വണ്ടി കയറി പോകുന്നെന്ന് തോന്നുന്നു കേട്ടോ. അതാ ഇത്ര തിരക്ക്. നമുക്ക് ആകെ ഒരു മുണ്ട് സെറ്റ് അല്ലേ വാങ്ങാനുള്ളത്. അതെ, അത്രേ വാങ്ങാനുള്ളൂ. പക്ഷെ അതിനാണ് നമ്മൾ ഇവിടെ കിടന്ന് ഇനി അലമ്പാൻ പോകുന്നത്. ഓക്കെ, ഇനി ഇത് എത്ര നേരം ആവും അകത്തേക്ക് കേറാൻ വേണ്ടിട്ട്? ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു. So let's have fun. അതെ, നല്ല ഫണ്ണാതി. ഫുള്ള് ഫണ്ണാണ് ഗൈസ്. ഇവിടെ എന്തൊക്കെയോ ഉണ്ടല്ലോ, പോപ്കോൺ ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, സ്വീറ്റ് കോൺ, ടീ ആൻഡ് കോഫി. ഇവിടെ ഒന്നുമില്ല, നമുക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ പോത്തീസിന്റെ അകത്ത് തന്നെ ഇവർക്ക് ഫുഡ് കോർട്ട് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നു കേറിയിട്ടുള്ളവർക്ക് മനസ്സിലാവും. അവിടെ തന്നെ അവർക്ക് ഫുഡ് കോർട്ട് ഉണ്ട്. അപ്പൊ അവിടെ തന്നെ കഴിക്കാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഇതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഫ്രണ്ടിലൊരു അങ്ങനല്ല, ഫ്രണ്ടിലൊരു പാവേനെ വെച്ചിട്ടുണ്ടല്ലോ. അതെ, എവിടെ പോകുന്നു? കേറ്. ഇത് ആരും ഉണ്ടല്ലോ അകത്ത്. പിള്ളേരൊക്കെ ഭയങ്കര കർച്ചറാണല്ലോ. നമ്മൾ പോത്തീസിന്റെ അകത്ത് കയറുന്നു ഗൈസ്. ഒരു ഭയങ്കര ജനത്തിരക്കാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരാടാ? പേടിച്ചായി പിള്ളേർ. ആളെ പേടിപ്പിക്കാം കേട്ടോ എല്ലാരെയും പിടിച്ച്. ഭയങ്കര തിരക്കാണല്ലോ. അതെ, വിഷു ആയതുകൊണ്ട് നല്ല തിരക്കാണോ. അതുപോലെ എനിക്ക് തോന്നുന്നത് വേഗം എടുത്തിട്ട് വേഗം പോകട്ടോ. ഇവിടെ എന്തോ ഒരു സെയില് നടക്കുന്നുണ്ട്, സാരിയുടെ സെയില്, റഷ് അവർ സെയിൽ എന്നാ പറയുന്നത്. 4 hours റഷ് അവേഴ്സ് സെയിൽ. നമ്മൾ മുണ്ട് വാങ്ങാൻ പോകുന്നു. ഇതിന് വേസ്റ്റ് മുണ്ട് വാങ്ങണ്ടേ? അത് ഇതാണ് ഷർട്ട് മുണ്ടും. ഇത് മാച്ച് ആവുന്നുണ്ടല്ലോ. ഇതെടുക്കാം. ഇത് മറ്റേ ഈ മുണ്ടാണ്. ഏത് മുണ്ടാ? കോടിമുണ്ട്. കോടിമുണ്ട്. ഇത് മുക്കാത്ത ഉജാല കണ്ടാത്ത മുണ്ടാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ? എടുക്കാം. പിന്നെ വേസ്റ്റ് മുണ്ട് എവിടെ ഉണ്ടാവാ? ലേഡീസിന്റെ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ അച്ചമ്മയ്ക്ക് വേസ്റ്റ് മുണ്ടും കൂടെ വാങ്ങാനുണ്ട്. അതും കൂടെ വാങ്ങിയാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു. എന്തായാലും എത്ര പെട്ടെന്നാണ് നമ്മൾ ഷോപ്പ് ചെയ്യുന്നത്. ചുമ്മാ ആളിങ്ങനെ എടുത്ത് വെച്ച് ഒരെണ്ണം എടുത്തു. കറക്റ്റ്. നമുക്കത് അത്ര നോക്കാനില്ല. നല്ല മുണ്ടാണെങ്കിൽ നമ്മള് നോക്കി എടുത്തായിരുന്നല്ലേ. അതുകൊണ്ട് മുണ്ടിന്റെ കാര്യം അതിന് മാച്ച് ചെയ്യുന്നത് എടുക്കാന്നുള്ളത് പെട്ടെന്ന് എടുക്കാന്നുള്ളൂ. ഗൈസ്, നമ്മൾ വന്ന പരിപാടിയെല്ലാം കഴിഞ്ഞു അല്ലാതെ ഭയങ്കര പെട്ടെന്ന്. പിന്നെ മുണ്ടിലും സെറ്റ് മുണ്ടിലും കൂടുതൽ ചൂസ് ചെയ്യാനില്ല. അതുകൊണ്ട് നമുക്ക് അത്ര സമയം എടുക്കൂല. അതാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു. നമ്മൾ പെട്ടെന്ന് ഫ്രീ ആയി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്ലാൻ എന്താണെന്ന് നമുക്കൊന്നും അറിയില്ല അല്ലാതെ. അടുത്ത പ്ലാൻ ഇല്ല. പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ടേ നമുക്ക് ഇനി വേറെ എന്തെങ്കിലും ഇവിടുന്ന് വാങ്ങണോന്ന് ആലോചിച്ചോണ്ട് വേറെ എന്തെങ്കിലും നോക്കണോന്ന് ആലോചിച്ചിട്ട് കഴിയുമെന്ന് ഓർത്തില്ല. ഒരു ഷോപ്പ് കയറി മിനിമം അത്ര ഒരു ടൈം സ്പെൻഡ് ചെയ്യണ്ടേ? മിനിമം 1 hour. അതെ, 10 minutes ആയിട്ടുള്ളൂ. 10 to 15 minutes നമ്മൾ പെട്ടെന്ന് എടുത്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ നോക്കട്ടെ. എന്താ നോക്കുന്നേ? ഞാൻ ഒരു സാരിയിൽ എന്നെ കണ്ണുടക്കി നിൽക്കുന്നു. അതെ, നമ്മള് താഴേക്ക് ഇറങ്ങി പോവാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് ഇവള് ഒരു സാരി കണ്ടത്. എന്നിട്ട് ഈ സാരി എടുത്താലോ എന്ന് ആലോചിക്കുന്നത്. എന്താ
നീ ആദ്യം അവരെ കൊണ്ട് ഉടുത്ത് കാണിക്കാൻ പറ, ഉടുപ്പിച്ച് കാണിക്കാൻ പറ, എന്നിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ നോക്കാം. നല്ലതാണ് എടുക്കാം. ഇത് കണ്ടിട്ട് നമുക്ക് നല്ലതായിട്ട് തോന്നും, മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആയിട്ട് തോന്നുന്നു നമുക്ക്. പക്ഷെ തിന്നാണ്, പക്ഷെ ഇത് എനിക്കറിയില്ല ഇത് എങ്ങനെ ലാസ്റ്റ് നല്ല തിന്നാണ്. ലാസ്റ്റിംഗ് എങ്ങനെയാ അറിഞ്ഞൂടാ, പക്ഷെ ഉടുത്താ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. നല്ല സോഫ്റ്റ് ആണ് അല്ലേ? നല്ല പോന്നറിയില്ല, ഭയങ്കര സോഫ്റ്റ് ക്യൂട്ട് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ. അതെ 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 അതെ. നമ്മള് പോസല്ലോ നമ്മള് പോത്തീസ് നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി ഗൈസ്. അപ്പൊ ഇനി നേരെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല, നിന്റെ അച്ഛനും അച്ഛമ്മയ്ക്കും പിന്നെ നിനക്കും. എനിക്ക് അത് ചുമ്മാ വെറുതെ അതിന്റെ കൂടെ പോയപ്പോ ആ സാരി ഇഷ്ടപ്പെട്ടു. എനിക്ക് മുമ്പ് എപ്പോഴും അത് കണ്ടിട്ട് ഞാൻ വാങ്ങിയില്ല, പക്ഷെ പിന്നെ അടിച്ചപ്പോ എനിക്കത് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ ഓർത്ത് ഓക്കെ ഇത് നമുക്ക് വല്ലപ്പോഴും എടുക്കാലോ, എന്തെങ്കിലും ഓണോ ഇനി ഇതേപോലെ ഒന്നും കിട്ടിയില്ലെങ്കിലും ചിലപ്പോ ആ സമയത്ത് തെരഞ്ഞു നടന്നാൽ ചിലപ്പോ കിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ കണ്ടപ്പോ അങ്ങനെ വാങ്ങി വെക്കാന്ന് ഓർത്തു. പക്ഷെ കാര്യമൊന്നുമില്ല. യെസ്, എന്തായാലും നീ അത് ഇവിടെ വിഷുവിന് അന്നത്തെ ദിവസത്തെ അത് ഉടുക്കാലോ. അന്ന് ഉടുക്കാം, പക്ഷെ വീട്ടിലായതുകൊണ്ട് എത്ര നേരം നിക്കാം. അതെ, കുറച്ചേരം വേണമെങ്കിൽ ഉടുത്തിട്ട് അപ്പൊ തന്നെ മാറ്റാന്നേ ഉള്ളൂ. അപ്പൊ ചുമ്മാ ഒരു ഫീലിന് ഉടുക്കാം, എടുത്ത് നോക്കാൻ മാറ്റാം, അത്രേ ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി ഗൈസ്. അപ്പൊ ഇനി നേരെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മള് അടുത്ത പരിപാടി സെറ്റ് ചെയ്യാം. ഇനി നിനക്കാ എനിക്ക് എന്തേലും ആക്കാം, എന്തേലും നോക്കാം, സെറ്റാക്കാം. അതെ, നമ്മളെവിടെ നമ്മള് അജിത്തായിട്ടല്ലേ കുറച്ച് ടീഷർട്സ് നോക്കാൻ വേണ്ടി, ടീഷർട്സ് നോർമൽ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ടീഷർട്സ് റഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീഷർട്ട് നോക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ജുഡിയോയിൽ വന്ന് നമ്മുടെ ഫ്ലാറ്റിന് അടുത്ത് തന്നെ ഉള്ളതാ. അപ്പോൾ നമ്മൾ ഇതുവരെ വന്നിട്ടില്ല ഈ ജുഡിയോയിൽ, ഫസ്റ്റ് ടൈം വരുന്നത്. ഇത് ഇവിടെ വൈറ്റ്ല ഹൈവേയുടെ അവിടെ ഉള്ള ജുഡിയോ ആണ്. വലിയ സ്റ്റുഡിയോ ആണ്, 3 ഫ്ലോർ ഉള്ള. ഇവിടുത്തെ കളക്ഷൻ നമ്മളൊന്ന് നോക്കട്ടെ എങ്ങനെയുണ്ട്. നമുക്ക് അകത്തേക്ക് പോയി നോക്കാം. ഇതും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി തീരും, വേഗം മൈൻഡ് അപ്പ് ചെയ്യാം. റെസ്റ്റ് എടുക്കണം. എന്ത് പോക്കാ പോകുന്നത് ബസ്സൊക്കെ. ഓക്കെ, അപ്പൊ പോവാം. പോവാം. എടുത്തോ യെസ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു. കുറച്ചല്ല, ഒരു 2 സാധനം എടുത്തിട്ടുള്ളൂ. നമുക്ക് കൂടുതലൊന്നും കിട്ടിയില്ല. ഇപ്പൊ 2 സാധനം എടുത്ത് നമ്മൾ ബില്ല് ചെയ്തിട്ട് ഇവിടെ ഇറങ്ങാം. കിട്ടൂല. ഇന്നലെ വേറെ ആൾക്കാർക്ക് എടുക്കാൻ പോയപ്പോ നമുക്ക് ചുമ്മാ പോയപ്പോ 2-3 ഞാൻ എടുത്തിട്ട് വന്നു. അതെ, വിചാരിക്കുമ്പോ കിട്ടൂല. എന്തായാലും നമുക്ക് 2 സാധനം കിട്ടി. നമുക്ക് എന്നാ പോവാം. എന്തത് കൊറേ സാധനമായിട്ട് പോകുന്നുണ്ടല്ലോ. വാ. വാങ്ങിയ ജീൻ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നോ? മര്യാദക്ക് ഇട്ടാണോ? ഇന്നലെ വാങ്ങുമ്പോ അങ്ങനെ അല്ലായിരുന്നല്ലോ പറഞ്ഞത്. ഇതാ ഞാൻ ഇട്ടത്. നല്ലതാ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നല്ലതാ, എനിക്ക് ഇന്നലെ ഇഷ്ടപ്പെട്ടായിരുന്നു, ഇന്ന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ വാർഡ്രോബിൽ ഇതുപോലെ വേറെ ഐറ്റംസ് ഉണ്ട്, പ്രത്യേകിച്ച് ജീന് ഇഷ്ടപ്പെടാത്ത കുറെ ജീൻസ്. ഇഷ്ടപ്പെടാത്തത് എന്നിട്ട് ആദ്യം വാങ്ങും, എന്നിട്ട് ഇഷ്ടപ്പെടൂല. വാങ്ങുമ്പോ ഇഷ്ടപ്പെടും, വാങ്ങി കഴിഞ്ഞിട്ട് ഇട്ട് 2 ദിവസം ആകുമ്പോ ഇഷ്ടപ്പെടൂല അല്ലേ? ഇതും എനിക്കിപ്പോ ഇഷ്ടപ്പെട്ടു. അതൊരു പ്രശ്നമാണ്. എനിക്ക് ആകെ ഇഷ്ടമുള്ള കുറച്ച് ബ്രാൻഡിന്റെ ഉണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. അതെ, മടുത്താ? യെസ്. എനിക്കിനി കുളിക്കാൻ വയ്യ ജോ. അയ്യോ, നിന്നോട് ആരാ കുളിക്കാൻ പറഞ്ഞു? കുളിക്കണ്ട, പോയി കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ നോക്ക്. അപ്പൊ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കറങ്ങി വന്നു. എറണാകുളം ഫുള്ള് മാക്സിമം അത്ര കറങ്ങിയിട്ടില്ല. പാലാരിവട്ടം, കലൂർ ആ ഏരിയ ഒക്കെ കറങ്ങി. വൈറ്റില ആ ഏരിയ എല്ലാം കറങ്ങി വന്നപ്പോൾ തന്നെ മടുത്ത് വയ്യാണ്ടായി ഗൈസ്. അപ്പോൾ ഇനി ഫുഡ് കഴിക്കണം. സമയം ഒരു 8:30 ഇനി നമുക്ക് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞാൽ ഫുഡ് ആക്കിയാലേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ആക്കാനുണ്ട് അല്ലേ? ചിക്കൻ കറി ഉണ്ടല്ലേ? ചിക്കൻ കറി എന്തോ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള ഇനി ചപ്പാത്തി ഉണ്ട്, 2 ചപ്പാത്തിയും ചൂടാക്കി ചിക്കൻ കറിയും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാം അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വ്ളോഗ്. ജസ്റ്റ് ഒരു എൻഡ് ചെയ്യാണ്. അപ്പൊ അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അതെ, വിഷുവിന്റെ വ്ളോഗ് ആയിരിക്കും. അപ്പൊ അതിനു മുമ്പ് നമ്മൾ കാണുന്നില്ലെങ്കിൽ ഹാപ്പി വിഷു ടു ഓൾ. ഹാപ്പി വിഷു ഗൈസ്. വിഷു ഒക്കെ അടിച്ചു പൊളിക്കുക, പടക്കൊക്കെ പൊട്ടിക്കുമ്പോൾ സൂക്ഷിച്ചു പൊട്ടിക്കുക. ഹാൻഡിൽ വിത്ത് കെയർ. യെസ്. അപ്പൊ അത്രേ ഉള്ളൂ. വിഷു കഴിഞ്ഞിട്ടൊക്കെ ഇനി കാണാം.
സോ ഹാപ്പി വിഷു. ഞങ്ങൾ വ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. അപ്പോ കാണാം. ബൈ ഗൈസ്. ബൈ.